പക്ഷെ പക്ഷെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കേൾക്കുന്തോറും പ്രഭുപാദ് പറയണ മാതിരി ഒരു ഗുലാബ് ജാമുൻ ഉരുണ്ടായിരിക്കണത് ബ്രൗൺ കളറാണ്, മറ്റേ ഷുഗർ സിറപ്പിൽ ഇട്ടതാണ്, മധുരമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ രുചിച്ച ആൾക്കെ അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? അതുമാതിരി തന്നെ ഭഗവത് കഥകളും ഭഗവാന്റെ നാമങ്ങളും ഒക്കെ കേൾക്കുന്തോറും നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. പുതുതായിട്ട് നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കാൻ നമുക്ക് തോന്നുകയും ചെയ്യും. നമുക്ക് ആസ്വാദനം നമുക്ക് കൂടി നമുക്ക് വരുള്ളൂ. അപ്പൊ നാമജപം എന്ന് പറയുന്നത് എന്താ? വൈഷ്ണവ പാരമ്പര്യത്തിന്റെ അഗാധമായിട്ടുള്ള ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്ത് ഈ നാമജപം എന്ന് പറയുന്നത്. വൈഷ്ണവ പാരമ്പര്യത്തിൽ മാത്രമല്ല, എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരും ഈ ജപത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് എല്ലാവർക്കും വിശ്വാസമാണ്. എല്ലാവർക്കും അത് എന്താ പറയുന്നത്, അത് പരിശീലിക്കുകയും ചെയ്യും, അല്ലെ? ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാവർക്കും നാമജപം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? എല്ലാവർക്കും. അപ്പോ എന്താണ് ഭഗവത് നാമത്തിന്റെ എന്താ നമ്മളോട് ചെയ്യുന്ന ദിവ്യശക്തി ഭഗവാനായിട്ട് നമ്മളെ കണക്ട് ചെയ്യാണ്, അല്ലെ? സുപ്രീം മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ലോർഡ് എന്ന് പറയും. നാമജപം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ലീലകളും നാമവും രൂപവും ലീലയും ഒന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഭഗവാൻ തന്നെയാണ്. കൃഷ്ണ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് നമ്മുടെ നാക്കത്ത് നൃത്തം ചവിട്ടുന്നത്, അല്ലെ? അങ്ങനെ ആ കൃഷ്ണ എന്നൊന്ന് നാക്ക് വളച്ച് നമുക്കൊന്ന് ചൊല്ലണമെങ്കിൽ തന്നെ ഇത്ര ജന്മാന്തരങ്ങളായിട്ടുള്ള പുണ്യങ്ങളെ നേടിയവർക്ക് അത് ചൊല്ലാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർ അതിനോടൊരു രുചി ഉണ്ടാവുകയുമില്ല, അല്ലെ? അതൊരു ഭൗതിക ശബ്ദമല്ല, മറിച്ച് കൃഷ്ണന്റെ സാക്ഷാൽ പ്രത്യക്ഷീ ഭാവമാണ് എന്ത് ഈ നാമം എന്ന് പറയുന്നത്, ജപം, അല്ലെ? നാമം ഉച്ചരിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ നാക്കത്ത് നൃത്തം ചവിട്ടുകയാണ്, അല്ലെ എന്നാണ് പറയുന്നത്. അപ്പോ മറ്റേ പല പ്രമാണങ്ങൾ ശാസ്ത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, പല ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ആ ശാസ്ത്രങ്ങളിലെല്ലാം തന്നെയും ഈ നാമജപത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. എന്താണ് കലിസന്ധരണോപനിഷത്തില്, ബൃഹദ്നാരദീയ പുരാണത്തില്, ഭാഗവതത്തില്, എല്ലായിടത്തും ഭഗവത്ഗീതയിൽ എല്ലായിടത്തും നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്, അല്ലെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതി ഷോഡശകം നാം കലികൽമഷനാശനം നതപരതരോപായ സർവവേദേഷു ദൃശ്യത്തെ. ഈ 16 നാമങ്ങൾ ഏതൊക്കെയാ? ഹരേ കൃഷ്ണ രാമ, ഈ 3 നാമങ്ങളാണ്, അല്ലെ? ഹരേ എന്നുള്ളത് 8 പ്രാവശ്യം, രാമാനും കൃഷ്ണ എന്നുള്ളതും 4 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നു, അല്ലെ? ഹരേ പറഞ്ഞാൽ ആരാണ്? ഭഗവാന്റെ ഊർജം, രാധാറാണി തന്നെ. പിന്നെ കൃഷ്ണനും രാമനും. ഈ നാമങ്ങള് പണ്ടൊക്കെ ബ്രാഹ്മണർക്ക് മാത്രമേ ചൊല്ലാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ചൈതന്യ മഹാപ്രഭു വന്നിട്ടാണ് അത് എല്ലാവർക്കും തെലങ്കും വലങ്കും ജാതി മതഭേദമന്യേ എല്ലാവർക്കും കൊടുത്തത്, അല്ലെ? അപ്പൊ ഈ നാമജപം ഭഗവാനിൽ നിന്നും വ്യത്യസ്തമല്ല ഒട്ടും. അപ്പൊ കലിസന്ധരണ ഉപനിഷത്തില് ബൃഹദ്നാരദീയ പുരാണത്തില് പിന്നെ പറയുന്നു, ഹരേർ നാമ ഇവ കേവലം കലൗ നാസ്തേവ ഗതിരന്യഥ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഹരേനാമ ഇത് മാത്രമേ ഉള്ളൂ ഒരു ഉപായം. ഈ കലികാലത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള, കൽമഷങ്ങൾ മാറ്റാനുള്ള ഒരേ ഒരു കാര്യം എന്താണ്? ഒരേ ഒരു ഗുണം എന്താണ്? ഈ നാമജപം മാത്രം നമ്മളെ ഈ കലികാലത്തിൽ നിന്ന്, കലിയുടെ കൽമഷത്തിൽ നിന്ന് നമ്മളെ മാറ്റുന്നത്, മാറ്റിത്തരുന്നത് ഈ നാമജപം മാത്രമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ്? യജ്ഞാനാം ജപയജ്ഞോസ്മി, ഞാനാണ് എന്തൊക്കെ യജ്ഞങ്ങൾ ചെയ്താലും അത് ജപയജ്ഞമാണ്, ഞാൻ ജപമാണ്, യജ്ഞങ്ങളിൽ ഞാൻ ജപമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് തന്നെ ഈ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് ചൈതന്യ മഹാപ്രഭു? ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് ആര് പറഞ്ഞു? സകല ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്. ഭഗവാൻ ചെന്നാവതാരം എന്നാ പറയണേ. ഭഗവാനായിട്ടല്ല ഭഗവാൻ വന്നത്, പിന്നെയോ ഭഗവാൻ ഒരു ഭക്തന്റെ രൂപത്തിലാണ് വന്ന് അവതരിച്ചത് ഈ നാമം പ്രചരിപ്പിക്കാൻ വേണ്ടി. അതാണ് ദ്വാപര യുഗത്തില് ഭഗവത്ഗീത ഗീത ഉപദേശം നടത്തിയപ്പോ ഭഗവാൻ പറഞ്ഞു, എല്ലാം കർമ്മം, ജ്ഞാനം, ധ്യാനം,
ഭക്തി എല്ലാ അഷ്ടാംഗ യോഗം എല്ലാ യോഗങ്ങളും പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം എന്താണ് പറഞ്ഞത്? ഭഗവാന്റെ ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്നാ പറഞ്ഞ. ഇനി ഇതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. എന്തിന്? നിന്റെ അറിവിലേക്ക്. ഇനി നീ എന്താ ചെയ്യേണ്ടത്? എന്നിൽ സമർപ്പിച്ചുകൊണ്ട്, എന്നെ വിചാരിച്ചുകൊണ്ട് നീ നിന്റെ കർത്തവ്യം ചെയ്യാം. ജോലി ചെയ്യാതെ വെറുതെ ഇരുന്ന് നാമം ചൊല്ലാൻ അല്ല പറഞ്ഞത്. നമ്മളെ എല്ലാവരെയും ഓരോരുത്തരെ ഓരോരോ അവസ്ഥയിൽ ഓരോരോ സ്ഥിതിയിൽ നമ്മളെ ഡ്യൂട്ടീസും ഉണ്ട്, പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്, നമ്മുടെ കർത്തവ്യങ്ങളും ഉണ്ട് ചെയ്യാൻ. ആ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനെ സ്മരിച്ചും കൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ പറയണത്, അല്ലെ? നമുക്ക് ഏത് നേരാണ്? ഇപ്പൊ ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്, നമ്മള് ഏത് സമയത്ത് നമ്മള് ഈ ശരീരം വിട്ടുപോകുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ ഭാവത്തെ നമ്മൾ പ്രാപിക്കും എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിലും പറയണ്ട, യം യം വാപി സ്മരൻ ഭാവം, അല്ലെ? എന്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ ഇത് വിടുന്നത് ആ ഭാവം പ്രാപിക്കും. എന്നെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്റെ ഭാവത്തെ പ്രാപിക്കും. അതുകൊണ്ട് തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മരയുദ്ധിച്ച, അതുകൊണ്ട് എല്ലാ സമയത്തും എന്നെ സ്മരിച്ചും കൊണ്ട് നിന്റെ കർത്തവ്യം ചെയ്യൂ. കർത്തവ്യം ചെയ്യാതെ നാമം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നല്ല പറഞ്ഞത്. നാം ഓരോ കർത്തവ്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഭഗവത് സ്മരണയോടുകൂടി ചെയ്യാം. അതിന്റെ സ്റ്റാർട്ടിങ് എന്താണ്? നാമജപം. ആ സ്മരണ അതിനകത്ത് തന്നെ നമ്മൾ ശ്രവിക്കുക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? കേൾക്കുക, പറയുക, അല്ലെ? അപ്പൊ ആ കേൾക്കുമ്പോൾ നമുക്ക് ചൊല്ലാൻ തോന്നും, ചൊല്ലുമ്പോൾ നമുക്ക് സ്മരണ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മള് ആ ഭഗവത് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ അന്തരംഗവും പ്യൂരിഫൈഡ് ആവുകയാണ്. ചൈതന്യ മഹാപ്രഭു അന്ന് ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞു കൊടുത്തെങ്കിലും എല്ലാം എന്നിൽ സമർപ്പിച്ചിട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ഭഗവാൻ വിചാരിച്ചു ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കണമല്ലേ, എല്ലാം സമർപ്പിച്ചിട്ട് എന്നിൽ സമർപ്പിച്ചും കൊണ്ട് നിന്റെ കർത്തവ്യങ്ങൾ ചെയ്യൂ. നിന്റെ അറിവിലേക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ, ഇനി ഇതെല്ലാം വിട്ട് നീ എന്നിൽ സമർപ്പിച്ചും കൊണ്ട് അപ്പൊ ഇത് ഭഗവാന് തോന്നി കലിയുഗമായി. കലിയുഗത്തിലെ ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ തലയിലേക്ക് കയറാനൊന്നും പോണില്ല. ഒക്കെ മന്ദസുമന്ദ മതയോ മന്ദഭാഗ്യ ഉപദ്രുത. എന്താണ്? എല്ലാം മടിയന്മാരാണ്, ആർക്കും ഒന്നിനും നേരവുമില്ല, ഒക്കെ വഴിതെറ്റി നടക്കണവരാണ്, അസ്വസ്ഥരാണ്, ഒന്നിനും സമയമില്ല. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഇവരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ തന്നെ ചെന്ന് കാണിച്ചു കൊടുക്കാം, എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ ചെന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. രാധയുടെ ഭാവത്തിൽ കൃഷ്ണൻ അവതരിച്ചു. രാധാകൃഷ്ണന്മാരുടെ കമ്പൈൻഡ് ഫോമാണ് ആര്? ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു വന്നത് എന്തിനാണ്? ഈ യുഗധർമ്മം പ്രചരിപ്പിക്കാൻ. എന്താണ് യുഗധർമ്മം? കലിയുഗത്തിലെ നാമജപം. ഇതിനകത്ത് മറ്റേ ഭാഗവതത്തിൽ തന്നെ 12ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, അല്ലെ? എന്താണ്? കൃതേയധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഖൈ ദ്വാപരേ പരിചര്യാമി തതോ തദ്ധരി എന്താ കലോ തദ്ധരി കീർത്തനാത്. എന്താണ്? മറ്റേ സത്യയുഗത്തില് ധ്യാനം, മെഡിറ്റേഷൻ ആയിരുന്നു. അന്ന് 60,000 വർഷമൊക്കെ ആൾക്കാരെ ധ്യാനിച്ചിരുന്നു. എന്തുകൊണ്ടാ? അന്ന് ആയുസ് മനുഷ്യന്റെ നീണ്ടതായിരുന്നു. 1,00,000 വർഷങ്ങളൊക്കെ ആയിരുന്നു ആയുസ് മനുഷ്യന്റെ, അല്ലെ? ഇപ്പൊ നമുക്ക് അതാണോ? അല്ല, 100 വർഷം തന്നെ കഷ്ടിയാണ്, ഇത്രയും ആയുസ് കുറഞ്ഞു. പിന്നെ ദ്വാപരയുഗത്തിൽ 1000 വർഷം കുറഞ്ഞു വരെ. ഇനി കലിയുഗം ചെല്ലുന്തോറും ആ മനുഷ്യന്റെ ആയുസ് വളരെ പരിമിതമായിട്ട് ചെറുതായിട്ടാണ് തന്നെ. അപ്പൊ നമുക്ക് അത്രയും വർഷങ്ങൾ നമുക്ക് ധ്യാനം ചെയ്യാനുള്ള, മെഡിറ്റേറ്റ് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. പിന്നെയോ ത്രേതായാം യജതോ മഖ, യജ്ഞങ്ങളാണ്. ത്രേതായുഗത്തിൽ യജ്ഞങ്ങളായിരുന്നു ചെയ്തിരുന്നത്. യജ്ഞങ്ങൾ ചെയ്യാൻ ഇന്ന് നമുക്ക് അതിനുള്ള സാഹചര്യമോ സാധനങ്ങളോ ഒന്നുമില്ല. പ്യോർ ആയിട്ടുള്ള വെണ്ണ, നെയ്യ്, പാല്, എന്തിനാ പ്യോർ ആയിട്ടുള്ളത് ചെയ്യാനുള്ള ബ്രാഹ്മണര് അതുപോലും നമുക്കിന്ന് ലഭ്യമല്ല. അപ്പൊ അതും സാധിക്കില്ല. അതുകൊണ്ടിട്ടാണ് ഭഗവാൻ പറഞ്ഞത് യജ്ഞാനം ജപയജ്ഞോസ്തി, ജപയജ്ഞമാണ് ഏറ്റവും എല്ലാ യജ്ഞങ്ങളിലും വെച്ച് ജപയജ്ഞമാണ് എന്ന് ഭഗവാൻ പറഞ്ഞത്. പിന്നെ ദ്വാപര യുഗത്തിൽ എന്തായിരുന്നു? പരിചര്യ, മൂർത്തി വിഗ്രഹാരാധന, അല്ലെങ്കിൽ അമ്പലം ക്ഷേത്ര ആരാധനയൊക്കെ. പക്ഷെ ഇപ്പോഴും അതിനും കൂടി ആൾക്കാർക്ക് നേരെയില്ല. അപ്പൊ എന്ത് പറ്റി? അപ്പൊ കലോ അതെല്ലാത്തിന്റെയും ഫലം ഹരിനാമ കീർത്തനം കൊണ്ട് ഈ ധ്യാനത്തിന്റെയും യജ്ഞങ്ങളുടെയും വിഗ്രഹാരാധനയുടെയും അമ്പലത്തിൽ പോകുന്നതും ഇതെല്ലാത്തിന്റെയും കൂടെ ഫലം ഒരുമിച്ച് ഈ
നാമം ജപിക്കുന്നത് കൊണ്ട് കിട്ടും. നാമം ജപിക്കുന്നതിന് നിയമങ്ങളോ വകുപ്പുകളോ ഒന്നുമില്ല അല്ലെ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നാമം ചെല്ലാം. എന്തിനാ? ബാത്റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് നാമം ചെല്ലാം, കുളിക്കുമ്പോൾ നാമം ചെല്ലാം, എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഹരിനാമ കീർത്തനം ചെല്ലാം. അതിന് സ്ഥലകാല വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. എപ്പ വേണമെങ്കിലും ചൊല്ലാം അല്ലേ. ഏത് അശുദ്ധമായിട്ടുള്ള അവസ്ഥയിലും ചൊല്ലാം. പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ഇതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അശുദ്ധമായിട്ടുള്ള നമ്മൾ ചിലപ്പോൾ പലരും ചോദിക്കാറുണ്ട്, അയ്യോ മരിച്ചു കഴിയുമ്പോൾ വീട്ടിലെ പെലയല്ലേ അല്ലെങ്കിൽ വാലായ്മയല്ലേ കുട്ടി ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പീരിയഡ്സ് ഉള്ള സമയത്ത്. പ്രഭുപാദ് ഇതൊന്നും പറയാം, ഏത് സമയത്തും ചൊല്ലാമെന്നാണ് പറഞ്ഞത്. നാമജപത്തിന് ഒരു നിയമവും വകുപ്പും ഇതൊന്നുമില്ല. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തില് പിന്നെ പറയണ വേറൊരു ശ്ലോകം എന്താ, കലേർ ദോഷനിധേ രാജൻ. ഈ കലികാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അതുകൊണ്ടാ വന്ന് അവതരിച്ചത്. മുഴുവനും അഴുക്ക് പിടിച്ചൊരു ഇതാണ്. നന്മ എന്ന് പറഞ്ഞ ഭാഗത്തിൽ പറഞ്ഞ കലേർ ദോഷനിധേ രാജൻ അസ്തി ഏകോ മഹാൻ ഗുണാൻ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗം പരമൃജ. കലികാലം എന്ന് പറഞ്ഞാല് ദോഷങ്ങളുടെ ഒരു സമാഹാരമാണ്. ദോഷങ്ങളെ ഉള്ളൂ അല്ലെ. നന്മ വളരെ നമ്മളിപ്പൊ കാണുന്നത് ലോകത്തില് കുറഞ്ഞു വരികയാണ്, കുറച്ച് അല്ലെ. അത് തന്നെ ഇല്ലാതെ ആവുകയാണ്. അപ്പൊ നിറച്ച്. പക്ഷെ ഒരു ഗുണമുണ്ട് ഈ കലിയുഗത്തിൽ. എന്താണ്? കീർത്തനാദേവ കൃഷ്ണസ്യ. ഭഗവാനെ, കൃഷ്ണനെ നമ്മൾ ജപിക്കുമ്പോൾ എന്താ പറ്റുന്നത്? സകല പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മോചനം നേടി നമുക്ക് മുക്തരാകാൻ സാധിക്കും. അതാണ് ആ മറ്റേ നാമജപത്തിന്റെ പ്രത്യേകത. അത് കാണിച്ചു തരാനാണ് ആര്? ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. ഭക്തന്റെ രൂപത്തില്. ഭഗവാനായിട്ടല്ല വന്നത്, ഭക്തനായിട്ട് വന്നു. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒരുപാട് അസുരന്മാരെ വധിച്ചു. ചൈതന്യ മഹാപ്രഭു അസുരന്മാരെ ആരെയും വധിച്ചിട്ടില്ല. എന്താണ് ചൈതന്യ മഹാപ്രഭു ചെയ്തത്? എല്ലാവരുടെയും ഉള്ളിലെ ആസുരിക ഭാവത്തെയാണ് വധിച്ചത്. അതിനുള്ള വഴിയാണ് എന്ത്? ഈ നാമജപം എന്ന് പറയണത്. അതെന്താ ചെയ്യണേ? ഹൃദയത്തിനെ ശുദ്ധീകരിക്കുകയാണ്. സകല മാലിന്യത്തിൽ നിന്നും ഇത് ശുദ്ധീകരിക്കുകയാണ് നമ്മളെ ഈ നാമജപം. അനർത്ഥങ്ങൾ, ആവശ്യമില്ലാത്ത അനർത്ഥങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യണു. പിന്നെ ക്രമേണ നമ്മുടെ ശരിയായിട്ടുള്ള ആത്മീയ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റേ ചേതോദർപ്പണമാർജനം ഈ ശിഷ്ടാഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് അല്ലെ. ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം. ചേതോദർപ്പണം, കണ്ണാടിയുടെ മുമ്പില്, പൊടി പിടിച്ചൊരു കണ്ണാടിയുടെ മുൻപില് നമ്മള് നിൽക്കുമ്പോൾ എന്താ പറ്റുക? നമുക്ക് നമ്മളെ കാണാൻ പറ്റുമോ? ഇല്ല. അത് ആ പൊടി പടലങ്ങൾ തുടച്ചു കഴിയുമ്പോഴാണ് നമ്മളെ കാണാൻ നമുക്ക് സാധിക്കുക. അതുപോലെ നമ്മുടെ അന്തരംഗം മുഴുവനും ചെളി പിടിച്ച് പൊടി പടലമായിട്ടുള്ള ഒരു അന്തരംഗമാണ് നമ്മുടേത്. അത് നമ്മൾ തുടച്ചു കഴിയുമ്പോൾ ഞാൻ ആരാണെന്നുള്ള എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിക്കും. ഞാൻ ആരാണെന്ന് എനിക്ക് സാധിക്കും. ആരാണ് ഞാൻ? ഞാൻ ഈ ശരീരമല്ല. നമുക്ക് ആരൊക്കെയോ ആണ് ഞാൻ എന്നാണ് എൻ്റെ വിചാരം. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഇന്നാളുടെ ഭാര്യയാണ്, ഇന്നാളുടെ ഭർത്താവാണ്, ഇന്നാളുടെ അമ്മയാണ്, എന്തെല്ലാം എന്തൊക്കെയോ ആണ്, മകളാണ്, മറ്റേ കുറെ കാര്യങ്ങൾ, ഞാൻ ഇന്ന ഉദ്യോഗസ്ഥയാണ്, എന്തൊക്കെയോ ആണ്. പക്ഷെ ഞാൻ ഇതൊന്നുമല്ല. ഞാൻ ആരാണ്? ഞാൻ ഒരു ശുദ്ധ ആത്മാവാണ്. ആര്? ഭഗവാന്റെ അംശമാണ്, സച്ചിദാനന്ദ സ്വരൂപിയാണ്. ഭഗവാൻ ആരാ? സച്ചിദാനന്ദ സ്വരൂപി. അപ്പൊ നമ്മള് ഭഗവാന്റെ അംശമാവുമ്പോൾ നമ്മൾ ആരാണ്? നമ്മളും സച്ചിദാനന്ദ സ്വരൂപികളാണ് അല്ലെ. ഒരു ശ്രീല പ്രഭുപാദര് പറഞ്ഞ മാതിരി കടൽ എന്താ? ഉപ്പുരസാണ് കടലിന്. അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്താൽ അതിനും അതേ ഉപ്പുരസാണ്. രണ്ടും ഒന്ന് തന്നെയല്ലേ അല്ലെ. ക്വാളിറ്റി വൈസ് ഒന്നാണ്, പക്ഷെ ക്വാണ്ടിറ്റി വൈസ് ഡിഫറെന്റ് ആണ്. ഭഗവാൻ അല്ലെ, നമ്മള് അണു, ഭഗവാൻ വിഭു. പക്ഷെ ക്വാളിറ്റി സച്ചിത് ആനന്ദ സ്വരൂപികളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ നാമം ചെയ്ത് ചെല്ലി നമ്മുടെ അന്തരംഗം ശുദ്ധീകരിക്കപ്പെടുകയാണ് അല്ലെ. നമ്മളിപ്പോ മഴ പെയ്യണമെന്ന് ഇരിക്കട്ടെ. മഴ പെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കി നമുക്ക് വായം തുറന്നാൽ വെള്ളം നമുക്ക് അങ്ങനെ കുടിക്കാം. ശുദ്ധമായിട്ടുള്ള മറ്റേ മേഘങ്ങളിൽ നിന്നും വീഴുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്, നമുക്ക് കുടിക്കാം. പക്ഷെ അത് നിലത്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കുടിക്കുമോ? ഇല്ല, അത് ചെളി വരണ്ടോ. പിന്നെ ഫിൽട്രേഷൻ, ഡീകാന്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രോസസ്സസ് കൂടി പോയിട്ട് നമുക്ക് കുടിവെള്ളം നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം തിളപ്പിച്ച് ആണ് നമ്മൾ എടുക്കുക അല്ലേ. അങ്ങനെ അതുപോലെ ആ ഒരു പ്രോസസ്സാണ് ഈ ഫിൽട്രേഷൻ, ഡീകാന്റേഷൻ. അതിന്റെ ഒരു പ്രോസസ്സാണ് എന്ത്? ഈ നാമജപം നമ്മുടെ അന്തരംഗത്തെ ശുദ്ധീകരിക്കുക എന്ന്. ചിലപ്പോൾ നമുക്ക് കുറച്ച് മതിയായിരിക്കും, ചിലർക്ക് ഒരുപാട് നേരം വേണമായിരിക്കും. ഇപ്പൊ എന്റെ ഈ സാരിയൊക്കെ ഞാൻ എടുത്ത് ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇത്തിരി സോപ്പ് ഇട്ടിട്ടൊന്ന് നനച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയായി. പക്ഷെ അതേസമയം
കൊച്ചു കുട്ടികളില്ലേ, ചില ആൺകുട്ടികളൊക്കെ പുറത്ത് മുറ്റത്ത് ഓടിക്കളിച്ച് മണ്ണിലൊക്കെ പൊടി പടഞ്ഞ വെള്ള യൂണിഫോം ഷർട്ടൊക്കെ നോക്കും, കോളറിലൊക്കെ ചെളിയൊക്കെ പുരണ്ടിരിക്കണം. അതെന്ത് ചെയ്യണം? അത് കാരത്തിൽ സോപ്പ് വെള്ളത്തിൽ തലേദിവസം മുക്കി വെക്കണം കൊച്ചുകുട്ടികളുടെ, അല്ലേ? എന്നാലേ ആ ചെളിയൊക്കെ ഒന്ന് കുതിർന്ന് പോവുള്ളൂ, വൃത്തിയാവുള്ളൂ, അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ചിലപ്പോ തോന്നും കുറച്ച് ചെല്ലിയിട്ടൊന്നും നമുക്ക് എവിടെയും എത്തണ്ടല്ലോ, അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മള് ജന്മാന്തരങ്ങളായിട്ട് ചെയ്ത് കൂട്ടിയേക്കണ പാപങ്ങളുടെ അല്ലെങ്കിൽ അതിനൊക്കെ കറ പുരണ്ട് കിടക്കാണ് നമ്മുടെ ഇത്. ചിലരുടെ പെട്ടെന്ന് ചില ആത്മാക്കള് പെട്ടെന്ന് അവർക്ക്, കാരണം അധികം കറ പരണ്ടിട്ടില്ല, പെട്ടെന്ന് അവര് ശുദ്ധീകരിക്കപ്പെടും. ചിലര് നമ്മളെ പോലെയൊക്കെ ഉള്ളവര് ആർക്കറിയാം കൂടാനുകൂടി ജന്മങ്ങൾ കഴിഞ്ഞു എന്തൊക്കെയാ നമ്മൾ കൂട്ടിയിട്ടേക്കണ മനസ്സിലും, അല്ലെ? നമ്മുടെ ഇതിനകത്തും നമുക്ക് നമ്മളെ തന്നെ കാണാൻ അറിയില്ല, ഞാൻ ആരാണെന്ന് തന്നെ എനിക്കറിയില്ല, പൊടി പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. അതിനൊക്കെ എന്ത് വേണം? ഈ കാരത്തിൽ സോപ്പ് വെള്ളത്തിലിട്ട് രാത്രി മുഴുവൻ ഇടണം, ജന്മജന്മാന്തരങ്ങളാവും. അതിന്റെ ഒരു തുടക്കമാണ്. നമുക്കൊക്കെ ഇവിടെ വന്ന് ഇത് കേൾക്കാനും ഇങ്ങനെ ശില പ്രഭുപാദരുടെ ഈ ഒരു മൂവ്മെന്റിൽ ഇവിടെ വന്ന് ചേരാൻ പറ്റിയതും നമുക്ക് എന്തോ മുജ്ജമ ചെയ്ത എന്തോ ഒരു ചെറിയ ഭാഗ്യം, ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നു ഇതിനോട് കേൾക്കാനൊക്കെ ഉള്ളൊരു ഒരു സന്മനസ് വന്നു. ഈ നാമം ജപിക്കാനുള്ള, നാക്ക് വളച്ച് നാമം ജപിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായി. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നില്ല. എത്രയോ പേര് പറയാറുണ്ട്, അല്ലെ? എന്നോട് തന്നെ പണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് എന്നോട് പറയുമായിരുന്നു ആൾക്കാർ, എന്തെന്നത് ഇങ്ങനെ ഏത് നേരം വേണം വിളക്ക് വെക്കണം തൊഴണം. ഞാനും വിളക്ക് വെക്കും തൊഴും, മതി. ഇതെന്താ ഇത്രയും നേരം അതിന്റെ നാമം ജപിച്ചുകൊണ്ടൊക്കെ നടക്കണേന്ന്. കാരണം അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? രുചി കിട്ടണമെങ്കിൽ എന്ത് വേണം? ചെയ്ത് രുചി അറിഞ്ഞ പൂച്ച എന്ന് പറയില്ലേ, അല്ലെ? പൂച്ച അതിന്റെ രുചി കഴിയുമ്പോ പിന്നെയും വരിക. പ്രഭുപാദർ ഇപ്പൊ ഗുലാബ് ജാമിന്റെ കാര്യം പറഞ്ഞ മാതിരി, എന്തൊക്കെ പറഞ്ഞാലും അത് രുചിച്ചു കഴിഞ്ഞാലേ അതിന്റെ, പ്രഭുപാദർ തരുന്ന എക്സാമ്പിൾ അല്ലേ ഗുലാബ് ജാമുൻ, ബ്രൗൺ കളർ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് രുചിച്ചു കഴിയുമ്പോഴേ അതിന്റെ രുചി നമുക്ക് അറിയാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. പക്ഷെ നാമം ഉച്ചരിക്കുന്ന ഘട്ടങ്ങളിൽ അപരാധങ്ങളുടെ കുറച്ചുണ്ട്. ഇപ്പൊ ഇന്നലെ എന്നെ രാത്രി എപ്പോഴാ പ്രഭു വിളിച്ചപ്പോ ഞാൻ കുറച്ച് പോയിന്റ്സ് ഇങ്ങനെ ജോട്ട് ചെയ്ത് വെച്ചു, മറക്കാതിരിക്കാൻ വേണ്ടി. അത് ഇന്നത്തെ അതുകൊണ്ടിട്ട് ഞാൻ ആ പോയിന്റ്സ് നോക്കിയിട്ട് ഞാൻ പറയാണ്. കാരണം ഞാൻ ഇപ്പൊ മോളുടെ അടുത്താണ്, ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ എന്റെ പേപ്പേഴ്സും ബുക്സും ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാനിപ്പോ എന്റെ ഇതിൽ നിന്ന് ഓർമ്മയിൽ നിന്നും നമ്മൾ ചെയ്തതിനും ഒക്കെ ഓർത്തോർത്ത് ഇങ്ങനെ എഴുതി വെച്ചതാണ് ഞാൻ പോയിന്റ്സ്. അപ്പൊ അപരാധ ഘട്ടങ്ങള് നാമം ജപിക്കുമ്പോൾ എന്താണ് നാമാപരാധം? ഫസ്റ്റ് സ്റ്റേജ് എന്താ? നാമാപരാധം എന്ന് പറയുന്നത് 10 അപരാധങ്ങൾ നമ്മൾ പറയാറുണ്ട്, അല്ലെ? ആദ്യത്തേത് എന്താ? ഭഗവാന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരുന്ന ഉള്ള ഭക്തന്മാരുടെ ജന്മം ഒഴിഞ്ഞു വെച്ചിരുന്ന ഭക്തന്മാരെ അവഹേളിക്കുക ഏറ്റവും വലിയ അപരാധമാണ്, അല്ലെ? അങ്ങനെ 10 അപരാധങ്ങൾ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നാമാപരാധം സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ എന്താ? നമുക്ക് ആ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവും, അത് ഇല്ലാണ്ടിരിക്കില്ല, അല്ലെ? നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത്, എത്രയോ ജന്മങ്ങളായി നമ്മളിങ്ങനെ ജീവിക്കുന്നു. അപ്പൊ നമുക്ക് ആ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്, ഭൗതികമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവും. അത് മാറണമെങ്കിൽ, അത് മാറാനാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റേജ്, നാമാപരാധം. പതുക്കെ നമ്മൾ ചൊല്ലി ഇപ്പൊ പറഞ്ഞ മാതിരി തുണി സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണ മാതിരി നമ്മൾ ചൊല്ലി പതുക്കെ നമ്മള് ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ആദ്യത്തെ നാമാപരാധം, അപരാധത്തോടുകൂടിയാണ് നമ്മൾ ചൊല്ലുന്നതെല്ലാം, അല്ലെ? രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് നാമാഭാസം. എന്താണ്? അപരാധങ്ങൾ കുറഞ്ഞു വരുന്നു, പരിശുദ്ധ നാമത്തിലുള്ള രുചി അല്പം വർദ്ധിച്ചു വരുന്നു. ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് ഉയരാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ഗുരുവിന്റെ ഇത് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തിനപ്പൊ ഗുരു എന്നെല്ലാവരും ചോദിക്കും. പലരും ചോദിക്കാറുണ്ട്, എന്തിനപ്പൊ, എന്നോടും ചോദിച്ചിട്ടുണ്ട്, എന്തിനപ്പൊ ഗുരു? അവരവർക്ക് നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ അതിന്റെ നടുക്ക് ഒരാൾ എന്തിനാണ്, ഒരു തേർഡ് പേഴ്സൺ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് പഠിക്കണമെങ്കിലും, ഒരു പാട്ട് പഠിക്കണമെങ്കിൽ, ഒരു ഡാൻസ് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ ഏതെങ്കിലും എൻട്രൻസ് എക്സാം കോച്ചിങ്ങിനൊക്കെ പഠിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബെസ്റ്റ് ടീച്ചേഴ്സിനെ നമ്മൾ അന്വേഷിക്കും, ഇല്ലേ? പക്ഷെ ഇത് വരുമ്പോ ആർക്കും ടീച്ചേഴ്സും വേണ്ട, ഗുരുക്കന്മാരൊന്നും. ഞാൻ തനിച്ച് ഞാനും ഭഗവാനും തമ്മിൽ ഒരു ഗുരുവിന്റെ കീഴിൽ നമ്മൾ ശിക്ഷണം എടുത്ത് നമ്മൾ അത് ഗുരുവിന്റെ അടുത്ത് മന്ത്രം സ്വീകരിച്ച് നമ്മൾ ചൊല്ലുമ്പോൾ അതിന്റെ ഇഫക്റ്റ് ഒന്ന് വേറെ തന്നെ. കാരണം ഗുരുവിനോട് നമ്മൾ കമ്മിറ്റ് ചെയ്യാണ്, ഞാൻ ചൊല്ലും എന്നുള്ളത്, ഈ ഇന്ന ഇത് നമ്മൾ ചൊല്ലും. അപ്പൊ അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മൾ ചൊല്ലണം. അപ്പൊ നാമാപരാധം, ആദ്യം നാമാപരാധ സ്റ്റേജ്, അത് കഴിഞ്ഞ് അത് കുറഞ്ഞ് അപരാധങ്ങളോടുകൂടി തന്നെ നമുക്ക് ചൊല്ലുമ്പോൾ തന്നെ അല്ലേ നമ്മൾ ഹരികൃഷ്ണ ചൊല്ലും, നമ്മുടെ മനസ്സ് വേറെ വല്ലോടത്തായിരിക്കും. നമ്മൾ ഒരു മാല ചരിക്കും എത്ര പ്രാവശ്യം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലേ? നാമാപരാധം സ്റ്റേജ്. പതുക്കെ നമ്മുടെ മനസ്സിനെയും വിളിച്ച് ഇരുത്തി അവിടെ കൊണ്ടുവന്നിട്ട് നമ്മള്
ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്ത് ആ നാമാഭാസ സ്റ്റേജ് പതുക്കെ അത് ഇല്ലാണ്ടാവുകയാണ്. അപരാധങ്ങള് കുറഞ്ഞു വരികയാണ്. അങ്ങനെ പരിശുദ്ധ നാമത്തിലെ രുചി വർദ്ധിക്കുകയാണ്. പിന്നത്തെയാണ് ശുദ്ധനാമം. പിന്നെ നമ്മൾ ശരിക്കും നാമം ചെല്ലാൻ നമ്മളോട് നേരിട്ട് നമുക്ക് ആ ഒരു ആത്മീയ ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നു. ലാസ്റ്റ് ആവുമ്പോൾ നമുക്ക് ആ രുചി ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നു. അത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ജപിക്കൂ, അത് കിട്ടും എന്നൊക്കെ നമുക്ക് പറയാം എന്നല്ലാണ്ട് നമ്മുടെ അനുഭവം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ശ്രീല പ്രഭുപാദര് പറഞ്ഞ മാതിരി ഒരിക്കൽ അത് സംഭവം, എനിക്ക് ആ ഇൻസിഡന്റ് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പ്രഭുപാദരുടെ ഒരു ശിഷ്യൻ ഒരിക്കൽ ചോദിച്ചു, അതിനെന്താ പ്രൂഫ് എന്ന്. പ്രൂഫ് എന്താണ്? കണ്ണുകൊണ്ട് കാണാനോ നമുക്ക് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന അനുഭവമാണ് പ്രൂഫ്, അല്ലെ? കണ്ണുകൊണ്ട് കാണാൻ പറ്റണം, കാതുകൊണ്ട് കേൾക്കാൻ പറ്റണം, സ്പർശനം വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനാണ് നമ്മൾ, അല്ലെങ്കിൽ ഗന്ധം വേണം, അല്ലെങ്കിൽ രുചിക്കാൻ പറ്റണം. ഈ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് എന്താണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ലെ? അപ്പൊ ഇവിടെ അല്ലെങ്കിൽ അത് ശരി. പക്ഷെ അപ്പൊ പ്രഭുപാദർ എന്ത് ചെയ്തു? പ്രഭുപാദർ ആ പറഞ്ഞ വ്യക്തിയെ പിടിച്ച് ഒരു നല്ല പിച്ച് വെച്ചു കൊടുത്തു. ഒന്ന് പിച്ച്, നല്ല പിച്ച് വെച്ചു. വേദനിക്കണോ എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പൊ പറഞ്ഞു, വേദനയോ എവിടെ കാണിച്ചു തരുമെന്ന്. കാണിക്കാൻ പറ്റുമോ? ഇല്ലേ? പല കാര്യങ്ങളും നമുക്ക് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ, കാണിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം, അല്ലെ? അപ്പൊ കൃഷ്ണപ്രേമവും അതുപോലെ തന്നെയാണ്. ഭഗവത് പ്രേമവും ഭഗവത് പ്രകടനങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല, അനുഭവിച്ചറിയാനേ നമുക്ക് സാധിക്കുള്ളൂ, അല്ലെ? പിന്നെ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുന്നു? നമുക്ക് പതുക്കെ നമ്മുടെ തടസ്സങ്ങളൊക്കെ നീക്കി നമ്മൾക്ക് ആ കൃഷ്ണപ്രേമം നമ്മുടെ ഉള്ളില് പ്രകടമായി വരുന്നു. നാമജപം പിന്നെ നാമജപം ഇതിനെ തടസ്സപ്പെടുത്തുന്ന ചില വെല്ലുവിളികളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. നാമജപത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? രുചിയുടെ അഭാവം. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി രുചിയുടെ അഭാവം. രുചിയില്ല നമുക്ക്. പനി പിടിച്ച് കിടക്കണ ഒരാൾക്ക് ഇപ്പൊ പ്രഭുപാദ് പറഞ്ഞ മാതിരി കരിമ്പിന്റെ ജ്യൂസ് കൊടുത്താൽ കഴിക്കും, അല്ലെ? ജോണ്ടിസ് പിടിച്ച മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാൾക്ക് എന്താ, കരിമ്പിന്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാല് കയ്പായിട്ടാ തോന്നുക. അതിനൊരു മധുരം ഇല്ല. എന്തുകൊണ്ടാ? അത് കരിമ്പിന്റെ ജ്യൂസിന്റെ കുഴപ്പമാണോ? അല്ല, നമ്മുടെ കുഴപ്പം. എനിക്ക് അസുഖമാണ്, എന്റെ അസുഖം കാരണം എനിക്ക് അതിന്റെ രുചി എന്റെ നാക്കത്ത് അറിയുന്നില്ല. പക്ഷെ പതുക്കെ എന്റെ അസുഖം മാറി തുടങ്ങുമ്പോൾ എനിക്ക് പതുക്കെ രുചി എന്റെ നാക്കത്ത് വന്നു തുടങ്ങും. അപ്പൊ എനിക്കറിയാം എന്റെ പനി മാറി തുടങ്ങി എന്ന് എനിക്കറിയാം, അല്ലെ? എന്റെ പനി മാറി തുടങ്ങി എനിക്ക് എപ്പോഴാണ് എന്റെ രുചി തന്നെ. അതിനാണ് രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അസുഖം ബാധിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് നമ്മൾ മരുന്ന് കഴിക്കും, ഒന്ന് ഭക്ഷണം ക്രമീകരിക്കും, അല്ലെ? ഭക്ഷണം ക്രമീകരിക്കുകയും ചെയ്യും. മരുന്നാണ് എന്ത്? ഈ ജപം. ഭക്ഷണം നമ്മൾ പ്രസാദം കഴിക്കുക, സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ബൈബിളിലും പറയുന്നുണ്ട്, യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ എന്ത് കഴിക്കുന്നു അത് നമ്മുടെ അവബോധത്തെയും ബാധിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് കഴിക്കും? ശുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുക, നാമജപം നമ്മളുടെ അതാണ് മരുന്ന്. നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള അസുഖങ്ങളില് മാറ്റി കിട്ടാനുള്ള ഒരു മരുന്നാണ് എന്ത്? ഈ നാമജപം എന്ന് പറയണത്. അപ്പൊ ആ രുചിയുടെ അഭാവം ഇങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ മനോവ്യാപാരം, മനസ്സ് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അവിടെ എവിടെയൊക്കെ പോയി ഇങ്ങനെ ചുറ്റി കറങ്ങി ഇങ്ങനെ നടക്കാം. മനസ്സിനെ നിയന്ത്രിക്കാൻ അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് ഭഗവത്ഗീതയില് 6-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നുണ്ട്, എന്റെ ഭഗവാനെ, വായുവിനെ ഞാൻ പിടിച്ചു നിർത്താം, പക്ഷെ എനിക്ക് മനസ്സിനെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്റെ കൃഷ്ണ, ഇതൊരു എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്താ പറയണേ? അതൊന്നുമല്ല, ഒക്കെ എളുപ്പം മനസ്സിനെ പിടിച്ചു നിർത്തുക, വളരെ എളുപ്പമാണെന്ന് ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ എന്താ പറയുന്നത്? അസംശയം മഹാബാഹു, ഒരു സംശയമില്ല അർജുന, മനസ്സിനെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അത് എന്താ ചെയ്യുക? മനസ്സിനെ പിടിച്ചു നിർത്താൻ അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. അഭ്യാസം, പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലില്ലേ? അഭ്യാസം കൊണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മുടെ മനസ്സിൽ വരും. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഡിറ്റാച്ച്മെന്റ് വരും, അല്ലേ? നല്ല രുചിയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ലോവർ ഇൻസ്റ്റിങ്സിന് നമ്മൾ ഇല്ലാതാക്കും. ഒരു കൊച്ചുകുട്ടി ടോയ് കാറിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ഇഷ്ടം, അല്ലെ? ടോയ് കാറും കൊണ്ട് ഇങ്ങനെ ഓടിച്ച് നടക്കാനൊക്കെ വലിയ ഇഷ്ടം. ആ കുട്ടി വലുതായി, ലൈസൻസ് എടുത്തു, ശരിയായിട്ടുള്ള കാർ ഓടിക്കുമ്പോൾ എന്ത് പറ്റി? ടോയ് കാറിനോടുള്ള ആ ഒരു ഫാസിനേഷൻ പോയി. കാരണം ശരിയായിട്ടുള്ള കാർ എന്താണെന്ന് അറിഞ്ഞു, അതാണ് കയ്യിൽ, സ്റ്റിയറിംഗ് ആണ് കയ്യിലുള്ളത്,
അല്ലെ? അതുമാതിരി നമ്മുടെ ഈ ലോവർ ഇൻസ്റ്റിങ്സ് എന്ത് പറ്റി, നമ്മൾ അത് പതുക്കെ പതുക്കെ നമുക്ക് ഇല്ലാതാവും പ്രാക്ടീസ് കൊണ്ട്. അതുകൊണ്ടിട്ടാണ് ആദ്യം ഈ നാമാപരാധ സ്റ്റേജും നാമാഭാസ ഇതൊക്കെ ഉണ്ട്. അത് പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് എനിക്ക് വേണം എന്നുള്ളൊരു വിചാരം വരുമ്പോൾ എന്ത് പറ്റി, പതുക്കെ പതുക്കെ നമ്മുടെ അപരാധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു കുട്ടിയെ പോലെയാണ് പ്രഭുപാദർ, ഒരു കുഞ്ഞു കുട്ടികളെ എങ്ങനെയാ, കുട്ടികളെ നമ്മൾ ഇതാക്കി വിട്ട് അവർ ഓടിപ്പോകും, അവർക്ക് വല്ല നിയന്ത്രണം ഉണ്ടോ? അവരെ കുട്ടികളെ കളിക്കാനൊക്കെ വിടുമ്പോൾ മുറ്റത്തൊക്കെ നമ്മൾ കളിക്കാൻ സൂക്ഷിക്കണം അല്ലെ? കുളമുണ്ടോ അല്ലെങ്കിൽ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ, എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം കുട്ടിയെ. അല്ലെങ്കിൽ അവരെ കളിക്കാൻ വിടാം, ശരി, അവർ ഫ്രീ ആയിട്ട് കളിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവർ ആപത്തിലേക്ക് പോകുമ്പോൾ പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ നമ്മൾ പഠിക്കണം. അത് തന്നെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. പോകുമ്പോഴൊക്കെ യഥോ നിശ്ചരതി, ഭഗവാൻ എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ഈ ശ്ലോകം മുഴുവനായിട്ട് ഓർമ്മ വരുന്നില്ല. ഭഗവാൻ ഇതിനകത്ത് പോകുമ്പോ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പിടിച്ച് നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുവരണം ആപത്തിലേക്ക് പോകുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഒരു അവബോധം നമുക്കുണ്ടാകും. നാമം ചൊല്ലിക്കൊണ്ടിരിക്കും കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ, മനസ്സ് വല്ലോടത്തും ആയിരിക്കും, വേറെ എവിടേക്കൊക്കെയോ പോയി. നാളെ ചെയ്യാനുള്ളതും ഇന്ന് ചെയ്യാനുള്ളതും ഇന്നലെ ചെയ്തതും നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോയി. ഈ നാക്ക് ഇങ്ങനെ ഇതൊക്കെ മെക്കാനിക്കലായിട്ട് പറയേണ്ടതെന്നല്ലാണ്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അല്ലെ? ആ കുട്ടികളെ നമ്മൾ പിടിച്ചു കൊണ്ടുവരണ മാതിരി നമ്മുടെ മനസ്സിനെയും നമ്മൾ നിയന്ത്രിച്ച് തിരിച്ചു കൊണ്ടുവരണം പ്രാക്ടീസോടുകൂടി. കൊച്ചുകുട്ടികൾക്ക് പണ്ടൊക്കെ നമ്മൾ ഈ സത്സംഗങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൊച്ചു കുട്ടികളുള്ള അമ്മമാരെ കുഞ്ഞു കുട്ടികളെ വീട്ടിലാക്കാൻ പറ്റില്ല, കൊണ്ടുവരും. പക്ഷെ അവർക്ക് ഇതൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അവർക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേപ്പറും കുറച്ച് കളർ പെൻസിലും ഒക്കെ ഇട്ട് കൊടുക്കും. അത് അവിടെ ഇരുന്ന് വരച്ചോളും, നല്ല സന്തോഷമായി അവർക്ക്. അത് കാരണം നല്ലൊരു കാര്യം കിട്ടി അവർക്ക്, അതിന് അപ്പൊ മനസ്സതിനകത്തേക്ക് പോയി. അതുപോലെ നമ്മള് എന്താ ചെയ്യണ്ടേ, മനസ്സും അതുപോലെ തന്നെയാണ്. അപ്പൊ നല്ല കാര്യങ്ങൾ അതിന് കൊടുക്കുക ചെയ്യാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു രുചി വരും. പിന്നെ സമയം നൽകൽ. ഞാൻ ഇത്ര നേരം ചൊല്ലി, ഇത്ര മാല ചൊല്ലി. ചിലര് പറയും ഞാൻ 64 മാല ജപിച്ചു, ഞാൻ ഇത്ര നേരം നാമം ചൊല്ലി. ഇതല്ല പ്രധാനം. എന്താണ് പ്രധാനം? ഗുണം. ക്വാളിറ്റി അല്ല, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ആണ് എന്ന് പ്രഭുപാദ് പറയും അല്ലെ? ഇത്ര ഞാൻ ചെയ്തു എന്നുള്ളത്, എത്ര ചെയ്തു എന്നുള്ളത്, എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. ഭഗവാനും നോക്കണത് എന്താണ്? എന്ത് ചെയ്തു എന്നല്ല, എങ്ങനെ ചെയ്തു. കൊണ്ട് മനസ്സാണ് ഭഗവാനും അവിടെ കാണുന്നത് അല്ലെ? പുറമേ ഞാൻ പലതും കാണിക്കുന്നുണ്ടാവും അല്ലെ? പണ്ടൊരു കഥയുണ്ടായിരുന്നു. ഒരു ഇതിനകത്ത് നമ്മൾ പലതും കാണിക്കാൻ വേണ്ടി ചെയ്യും. ഒരു അമ്പലത്തില്, ഒരു ശിവക്ഷേത്രത്തിലായിരുന്നു അത്ര, മറ്റേ ഒരു വലിയൊരു പണക്കാരൻ. അദ്ദേഹം എന്താണ് കുറേ ഇതൊക്കെ കൊടുത്തിട്ട്, ഈ എന്താണ് നമ്മുടെ ഇതില്ലേ, എന്താ ഈ മാസ്റ്റർ അവിടെ സ്ഥാപിച്ചു. ഇത് എന്താണ്, പിന്നെ ഈ ഒരു തറയും കെട്ടിയിട്ട് ഇതും വെച്ചു, കൊടി ഇതാക്കാണല്ലേ, കൊടിമരം സോറി, ചില സമയത്ത് വാക്കുകൾ കിട്ടില്ല. അപ്പൊ ഈ തറ കെട്ടിയിട്ട് അവിടെ കൊടിമരമൊക്കെ വെച്ച് ഇദ്ദേഹത്തിന്റെ പേര് ഇന്ന വീട്ടിലെ ഗോവിന്ദൻ വക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച് കൊടുത്തു. ഭയങ്കര ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി ചെയ്തു. അന്ന് രാത്രി ശിവനും പാർവതിയും കൂടി എല്ലാം കഴിഞ്ഞ് അമ്പലം അടച്ച ശിവനും പാർവതിയും ഉണ്ണി ഗണപതിയും എന്താണ് അയ്യപ്പസ്വാമിയും ഉണ്ണി മറ്റേ മുരുകനും എല്ലാവരും കൂടി, പിള്ളേരൊക്കെ കൂടി ഓടിക്കളിക്കുക. അപ്പൊ അവര് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ 3 പിള്ളേരും കൂടെ ഓടി കളിച്ച് ഈ കൊടിമരത്തിന്റെ മുകളിലേക്ക് പടച്ചു കയറുക, അത് വലിച്ചിടുക, മറ്റത് ചെയ്യപ്പോ പാർവതി ദേവി പറയും, ഇറങ്ങണ അവിടുന്ന്, ഇത് നിന്റെ അച്ഛന്റെ വകയൊന്നുമല്ല, ഇത് ഗോവിന്ദൻ വകയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ കാണിക്കാൻ വേണ്ടി, ഗോവിന്ദൻ വക എന്തിനാ കാണിക്കാൻ. അപ്പൊ കാണിക്കുക എന്നുള്ളത് നിന്റെ വക അച്ഛന്റെ വകയല്ല, ഗോവിന്ദന്റെ വകയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, 4 പേര് അറിയാൻ. അപ്പൊ നമ്മൾ പലരും അറിയാൻ വേണ്ടി, 4 പേര് അറിയാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യും. ഞാൻ 64 മാല ജപിച്ചു, ഞാൻ ഏകാദശി നോയമ്പെടുത്തു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷെ എന്റെ മനസ്സ് കൊണ്ടിട്ട് ഞാൻ എത്ര നേരം അതിനോട് മനസ്സ് ഞാൻ എത്ര കൊടുത്തിട്ടുണ്ട്. 108 പ്രാവശ്യം ഒരു മാല ഞാൻ ജപിക്കുമ്പോൾ തന്നെ എത്ര പ്രാവശ്യം ഞാൻ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇല്ലേ? ഭഗവാനെ കുറിച്ച് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ സമയമല്ല, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് പ്രധാനം. പിന്നെ ഒരു നിരന്തരം സത്സംഗം എടുക്കുക. നമ്മൾ സത്സംഗങ്ങൾ എടുക്കുമ്പോൾ എന്താ പറ്റുക, നമ്മള് പറയില്ലേ, എന്താ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറയില്ലേ? എന്തിനോടാണോ നമ്മൾ ചേർന്ന് കിടക്കുന്നത് ആ ഒരു ഗുണം നമുക്കും ലഭിക്കും അല്ലെ? നമ്മൾ ഒരുമിച്ചിരുന്ന് നാമം ചെല്ലുമ്പോൾ, സങ്കീർത്തനം വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരുമിച്ച്, കീർത്തനം പറഞ്ഞാൽ നമ്മൾ തനിച്ച് നാമം ചെല്ലുന്നു, സങ്കീർത്തനം സംഘം ചേർന്ന് നാമം ചെല്ലുന്നു. അപ്പൊ ജപം നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ അതിന് നമുക്ക് രുചി വർദ്ധിക്കാനുള്ള ഒരു വഴിയാണിത് സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോ എല്ലാവരുമായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഭക്തരായിട്ട് ചിലപ്പോൾ എല്ലാ ദിവസവും 24/7 നമുക്ക് സത്സംഗം എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇപ്പൊ വീട്ടിലിരുന്ന് ഒരുമിച്ച് നാമം ചെല്ലാം. അതുകൂടാതെ വേറെ എന്താ ചെയ്യാം? വായിക്കുക പുസ്തകങ്ങൾ.
ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ ശ്രീല പ്രഭുപാദർ അതിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. വായിക്കാം. നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രഭുപാദരായിട്ട് അസോസിയേഷൻ എടുക്കുകയാണ് അല്ലേ? നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ ആരായിട്ടാണ്? നമ്മൾ സുഖദേവ ഗോസ്വാമിയായിട്ടും ഭഗവാനായിട്ടും അതിലുള്ള പുണ്യാത്മാക്കളായിട്ടൊക്കെ നമ്മൾ അസോസിയേഷൻ എടുക്കുകയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ടിട്ട് അസോസിയേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ജപത്തിന് രുചിയും മഹിമയും കൂട്ടുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ജപിക്കാൻ നമുക്കൊരു ആത്മാർത്ഥതയും നമുക്ക് കൂടി നമുക്കിങ്ങനെ വരും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഇത് വായിക്കുക എന്നുള്ളത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഇതിനൊന്നും ഇതൊക്കെ എളുപ്പത്തിൽ നടക്കണമെന്നല്ല, പ്രാക്ടീസ് കൊണ്ടേ വരൂ എന്ന് ഭഗവാൻ പറയണത്. അപ്പൊ സങ്കീർത്തനം വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുമ്പോൾ ആരുടെയെങ്കിലും കൂടെ ഒരുമിച്ചിരുന്ന് നാമം ചെല്ലുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളുടെ ഈ ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ അവിടെ എല്ലാവരും ഉണ്ട്, രാവിലെ ഒരു നാമജപം ഉണ്ട്, 5 മണിക്ക് നാമജപം, ആ ഒരു 4:30 മണിക്ക് 5 മണിക്ക് നാമജപം ഉണ്ട്. അപ്പൊ ഒരുമിച്ചിരുന്ന് ചെല്ലുമ്പോൾ എന്താ നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ വരികയാണ് നാമം ജപിക്കാൻ അല്ലെ? അതാണ് നാമം ജപിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ വരികയാണ്. ഭക്തിയുത സേവനത്തില് സാരാംശം എന്താണ്? ജപം ഒരു യാന്ത്രിക പ്രക്രിയയല്ല, യാന്ത്രികമായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ളതാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം, നമ്മുടെ ഹൃദയത്തിൽ തട്ടി വേണം നമ്മള് എന്ത് സാധനവും നമ്മൾ ചെയ്യാൻ. ഓരോ ഉച്ചാരണവും ഓരോ പ്രാവശ്യം നമ്മൾ നാമം ചെല്ലുമ്പോഴും ഭഗവാനായിട്ട് നമ്മളെ കണക്ട് ചെയ്യണം. ഓരോ പ്രാവശ്യം ഓരോ ഹരികൃഷ്ണ മഹാമന്ത്രം ഓരോ നാമം നമ്മൾ ജപിക്കുമ്പോൾ അത് എന്താ ചെയ്യണേ? ഭഗവാനായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണെന്നുള്ള ആ ഒരു അവബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് പതുക്കനെ വിനയം, പിന്നെന്താണ് ആത്മാർത്ഥത, ഇതെല്ലാം പതുക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. നാമം ചെല്ലുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ആത്മാർത്ഥത വളർത്തിയെടുക്കുക തന്നെ വേണം. പ്രാക്ടീസ് ചെയ്ത് അത് വരും, പുറകെ തന്നെ വന്നോളും. ഇപ്പൊ ഈ ഒരു നാമത്തിന്റെ ഒരു മാഹാത്മ്യം അത് പറയുവാണെങ്കിൽ നമുക്കിപ്പോ അജാമിളന്റെ ഒരു ഉദാഹരണം, ഒരു പ്രാവശ്യം ചെല്ലിയാൽ മതി, നമുക്ക് അതിൻ്റെതായിട്ടുള്ള തന്നെ ഗുണം കിട്ടും. നമുക്കിപ്പോ അജാമിളന്റെ കഥ അറിയാം. ഒരു പ്രാവശ്യം നാരായണ എന്ന്, അതും വിളിച്ചത് ആരെയാ? മകനെയാണ് വിളിച്ചത് അല്ലേ? മകനെ വിളിച്ചു നാരായണ എന്ന്. അപ്പോഴേക്കും ആര് വന്നു? യമദൂതന്മാരും വന്നു, വിഷ്ണുദൂതന്മാരും വന്നു. വിഷ്ണുദൂതന്മാരാണ് ക്ലെയിം ചെയ്തത് അജാമിളന്റെ ആത്മാവിനെ, കാരണം ഇത് നാരായണനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യമദൂതന്മാര് പറയണ്ട നാരായണനല്ല, അത് മകനെയാ വിളിച്ചതെന്ന്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നാമം ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ സ്വത്താണ് എന്ന് ഇവർ പറയുന്നത്. ഭഗവാൻ അവകാശപ്പെടുത്ത ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകുന്ന വിഷ്ണുദൂതന്മാര് പറയണ്ട. അറിഞ്ഞോ അറിയാതെയോ ചെയ്താൽ മതി അല്ലേ? ചിലപ്പോൾ അറിയാണ്ടായിരിക്കും നമ്മൾ. എന്നിട്ട് അവർ ഉദാഹരണങ്ങളും പറയണ്ട. അറിയാണ്ട് തന്നെ നമ്മളൊരു സ്പാർക്ക് നമ്മളെടുത്ത് പുറത്തേക്ക് ഒരു ഒരു ഉണങ്ങിയ ഇതിനകത്തേക്ക് ഉണക്ക പുല്ലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ അറിയാണ്ടായിട്ടതെന്ന് പറയാൻ പറ്റുമോ? കത്തില്ലേ അല്ലേ? പണ്ട് ഞാൻ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, എനിക്ക് മസ്കറ്റിൽ വെച്ച്. അപ്പൊ എനിക്ക് അവിടെ വെച്ച രാജരാജേന്ദ്രൻ പ്രഭുവിനെ എനിക്ക് അറിയുന്നത്. അവിടെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ടായിരുന്നു ഒരു ക്ലെയിം വന്നത്. ഒരു അറബി അവിടെ ഇരുന്ന ഒരു വാച്ച്മാൻ ആയിരുന്നു. ഒരു ഇതില്ലേ കോട്ടൺ മറ്റേ പഞ്ഞിയുടെ ഒരു ഗോഡൌൺ ആയിരുന്നു. അവിടെ ഇരുന്ന് ഇയാൾ ബീഡി വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അയാൾക്ക് ചായ കുടിക്കണമെന്ന് തോന്നി. അയാൾ എന്ത് ചെയ്തു? അതിങ്ങനെ ഇട്ടിട്ട്, അത് കെടുത്തിയായിരിക്കും ഇട്ടിട്ട് അയാൾ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ഈ ഇതല്ലേ പഞ്ഞിയല്ലേ, ഒരു സ്പാർക്ക് മതിയല്ലോ, മൊത്തം തീ പിടിച്ചു, അത് കരിഞ്ഞതിനകത്ത്. അത് ആ കമ്പനി എന്നിട്ട് ക്ലെയിം അയച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അറിയാതെ ചെയ്തതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പക്ഷെ അതുപോലെയാണ് നാമജപം. അറിഞ്ഞോ അറിയാതെയോ ചെയ്താലും നമ്മുടെ അന്തരംഗത്തെ അത് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. വേറൊരു കഥ ഇതുമാതിരി പറയും. എന്താണ്, ഒരാള് ഇതായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. യാതൊരു നന്മകളും ഇല്ല, ഒന്നുമില്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ നല്ലത് ചെയ്തിട്ടില്ല. നല്ലൊരു പതിവ്രതയായിട്ടുള്ള ഒരു ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് അയാള് ഒരു പുഴയുടെ പക്കത്ത് അയാള് താമസിക്കുകയായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും ആ പുഴ കടന്ന് അപ്പുറത്ത് ഒരു മഹാവൃത്തികെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു വേശ്യാസ്ത്രീ. അവരെ കാണാൻ വേണ്ടിയിട്ട് പോവും. അവരായിട്ടായിരുന്നു സംഘം മുഴുവനും, ഇയാൾക്ക് സമ്പർക്കം മുഴുവനും. എന്നും വഞ്ചിയിൽ കയറി അപ്പുറത്തേക്ക് പോവും. എന്നും എന്തെങ്കിലും കയ്യിലുണ്ടാവും കൊടുക്കാൻ ആ സ്ത്രീക്ക്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വഞ്ചിയിൽ കയറി പോകുമ്പോൾ ഒരു റോസാപ്പൂവും കൊണ്ടാ പോണത്. റോസാപ്പൂവും കൊണ്ട് പോയപ്പോ എന്ത് പറ്റും? ആ വഞ്ചിയിൽ പോകുമ്പോ ആ പൂവ് അങ്ങനെ കയ്യിൽ നിന്ന് വീണ് പോകും. ഇയാളത് കുനിഞ്ഞ് അയാള് എടുക്കാൻ പോകുമ്പോഴും അതങ്ങടെ വെള്ളത്തിൽ അത് ഒഴുകി പോകും. അയാൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അയാൾ പറയും കൃഷ്ണാർപ്പണം എന്ന് പറയും. കൃഷ്ണന്റെ പേര് പറഞ്ഞ് കൃഷ്ണൻ ഇരിക്കട്ടെ എന്നും പറഞ്ഞു കൊണ്ടിട്ട് അയാൾ പോകും. അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ അയാൾ മരിച്ച് ഈ ആത്മാവ് യമദൂതന്മാര് കൊണ്ടുപോകും. ഒന്നും നല്ലത് ചെയ്തേക്കണ ആത്മാവല്ലല്ലോ, ചെയ്തേക്കണ ആളല്ലല്ലോ, വ്യക്തിയല്ലല്ലോ. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇയാളുടെ അക്കൗണ്ട്സ് ഒക്കെ പരിശോധിക്കും. ചിത്രഗുപ്തൻ കൊണ്ടേ കൊടുക്കും. അങ്ങനെ യമദേവൻ ഇയാളുടെ ഇതൊക്കെ പരിശോധിക്കും. അക്കൗണ്ട്സ് ഒക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ കാണും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് പറ്റും? ഒരു നിമിഷം നിനക്ക് സ്വർഗത്തില്
ജീവിക്കാം. ബാക്കിയുള്ള എല്ലാം നരകത്തിൽ. ഇവിടെ യമലോകത്ത് നിനക്ക് കിട്ടേണ്ട പണിഷ്മെന്റ്സ് എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നിനക്ക് ഏതാ ആദ്യം വേണ്ടേ? ഒരു നിമിഷം സ്വർഗത്തിൽ പോയിട്ട് വരണോ, അതെയോ നിനക്ക് ഈ നരക ജീവിതം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ആ ഒരു മിനിറ്റ്, ഒരു നിമിഷമേ ഉള്ളൂ സ്വർഗത്തിൽ പോയിട്ട് അതിന്റെ സ്വർഗ അത് അനുഭവിച്ച് വരണോ, എന്ത് വേണം എന്ന് ചോദിക്കും. അപ്പൊ ഇയാൾ ചോദിക്കും, ഇയാൾക്ക് തന്നെ ഓർമ്മയില്ല അയാളുടെ നല്ലത് എന്താ ചെയ്തതെന്ന്. അപ്പൊ ഇയാൾ ചോദിക്കും, ഞാൻ നല്ലത് എന്താ ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ അയാളുടെ ബുക്സ് ഒക്കെ നോക്കിയിട്ട്, അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ട് പറയും, ഒരു പ്രാവശ്യം നീ ഇങ്ങനെ ഒരു പുഷ്പം, റോസാപ്പൂ കൊടുത്തു, കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് കൃഷ്ണന് ആ പൂ കൊടുത്തു, ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാൻ ആ പുഷ്പം കൊടുത്തു. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് പറഞ്ഞത്, അയ്യോ, അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ അത് ഞാൻ ഭഗവാന് കൊടുത്തതൊന്നും അല്ല, കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കെന്ന് പറയില്ല, അതുമാതിരി പോയപ്പോ കൃഷ്ണൻ ഇരിക്കട്ടെ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ ഭഗവാന് കൊടുത്തതല്ല. അപ്പൊ അവര് പറയും, അത് നീ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തോ കൊടുക്കാതെയോ ഭഗവാൻ അത് വരവ് വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഭഗവാന്റെ നാമം നീ ഭഗവാനെ വിളിച്ചു, അതും ഭഗവാൻ വരവ് വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഇയാള് പറയും, എന്നാ ശരി ഞാൻ ആദ്യം സ്വർഗത്തിൽ പോയിട്ട് പിന്നെ വരാം നരകത്തിലേക്ക് എന്ന് പറയും. അപ്പൊ ശരി, യമദൂതന്മാർ അയാളെ സ്വർഗത്തിന്റെ വാതൊക്കെ കൊണ്ടാക്കും. അങ്ങനെ അവിടെ അയാൾ കയറി ഉടനെ അയാൾ എന്താ ചോദിക്കുക, അയാൾ അവിടെ ചെന്നപ്പോ തന്നെ നല്ല പൂന്തോട്ടം ഭഗവാൻ അവിടെ എന്താണ് സ്വർഗലോകത്ത്. അപ്പൊ ഇയാൾ അവിടെയുള്ള കാവൽക്കാരനോട് ചോദിക്കും, എനിക്കൊരു കത്തി തരാമോ എന്ന് പറയും. അപ്പൊ കാവൽക്കാരൻ പറയും, ഇത് കത്തിയും ഇതൊന്നും മാരക ആയുധങ്ങളൊന്നും തരണ സ്ഥലത്തല്ല, ഇത് സ്വർഗമാണ്, ഇവിടെ തരില്ല. അയ്യോ, ഞാൻ ആരെയും ദ്രോഹിക്കാനല്ല, ഒന്നും ചെയ്യാനില്ല, എനിക്കൊരു കത്തി പ്ലീസ്, എനിക്ക് ഒരു മിനിറ്റേ ഉള്ളൂ, ഒന്ന് തരൂ എന്ന് കെഞ്ചുമ്പോ അയാൾക്കൊരു കത്തി കൊടുക്കും. അപ്പൊ ആ പൂങ്കാവനത്തിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് സകല പൂക്കളും വെട്ടി കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വെട്ടി. അപ്പൊ ഇവര് ചോദിക്കും, എന്താ നീ ചെയ്യണേ, ഇവിടെ എല്ലാം പൂന്തോട്ടം നശിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ അയാൾ പറയും, ഞാൻ ഒരു പ്രാവശ്യം അറിയാണ്ട് കൃഷ്ണാർപ്പണം, കൃഷ്ണൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ നാമവും ചൊല്ലി പൂ കൊടുത്തപ്പോ എനിക്കൊരു നിമിഷത്തെ ഈ അനുഭവം, എനിക്ക് ഒരു നിമിഷമെങ്കിലും ഇതിനകത്ത് വരാൻ പറ്റും. അപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര ഇരട്ടിയായിരിക്കും ഇതിന്റെ മഹിമ, എത്ര ഗുണം എന്തായിരിക്കും എന്ന് അയാൾ പറയാം. അതുപോലെ നമ്മൾ ഒരു നിമിഷം എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ മതി, ഒരു പ്രാവശ്യം തന്നെ ഭഗവാനെ വിളിച്ചാൽ മതി, അതിന്റെ ഗുണം ഒരൊറ്റ ഭഗവാൻ അവിടെ വരവ് വെച്ചിരിക്കും. പക്ഷെ നമ്മള് ആ മനസ്സുകൊണ്ട് അപ്പൊ നമ്മൾ ചെല്ലിയാലോ, അതിനാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി നമ്മൾ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്. ദ്രൗപദി എന്താ അവിടെ നമ്മുടെ ഒരാള് ഉണ്ടായിരുന്നില്ല ദ്രൗപദിയെ രക്ഷിക്കാൻ വസ്ത്രാക്ഷേപ സമയത്ത്. കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോഴാണ് കൃഷ്ണൻ വന്നെന്താ, ഒരു ഫാക്ടറി തന്നെ, തുണിക്കട അല്ലെ, കംപ്ലീറ്റ്. എത്ര ദുശാസനം ചെയ്ത അവസാനം ദുശാസനം തന്നെ മതിയായി ഇന്നത്തെ കൊടുത്ത്. ഭഗവാനെ നമ്മൾ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാൽ മതി, എന്താണ് വേറെ പിന്നെ ഒന്നും ആവശ്യമില്ല. ഭഗവാൻ നമ്മളെ ഏറ്റെടുത്തു, ഭഗവാന്റെ നാമം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാല് ഭഗവാൻ തന്നെ നമ്മളെ ഏറ്റെടുക്കും എന്നാണ് പറയാണ്. അപ്പൊ ഭഗവാന്റെ എന്താണ് ഈ നാമം ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിരിക്കുന്ന ഈ നാമം, ഇത് പ്രചരിപ്പിക്കാൻ ശ്രീല പ്രഭുപാദരൊന്ന് ആലോചിച്ചു. 70-ാമത്തെ വയസ്സിൽ നമുക്ക് പ്ലവയ്യ, ആ 70-ാമത്തെ വയസ്സിൽ ഇത്രയും ലോകം മുഴുവനും, ഇന്ന് ലോകത്തിന്റെ ഏത് മൂലയ്ക്കെന്ന് നമുക്ക് ഭഗവൻ നാമം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ആരാ ഇത് ചെയ്തത്? ശിലാപ്രഭുപാദരാണ് ഇത് ലോകമെമ്പാടും. ചൈതന്യ മഹാപ്രഭു അന്ന് പ്രവചിച്ചിരുന്നു, എന്റെ സേനാപതി നായകൻ വരും എന്ന് ചൈതന്യ മഹാപ്രഭു പണ്ട് പ്രവചിച്ചിരുന്നു അല്ലെ. അത് പ്രകാരം പ്രഭുപാദരത് ലോകമെമ്പാടും എത്തിക്കുകയും ചെയ്തു. 500 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഭുപാദര് പ്രത്യക്ഷപ്പെടുന്നത് ഈ ഭൂമിയിൽ. അത് ലോകമെമ്പാടും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒരിക്കല് അദ്ദേഹത്തോട്, പ്രഭുപാദരോട് ഒരു പ്രസ് റിപ്പോർട്ടർ ചോദിക്കുകയുണ്ടായി, എന്താണ് ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ് എന്ന് നിങ്ങൾ പറയുന്നു, അപ്പൊ ഭഗവാനാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങളെ കാത്തു നിൽക്കേണ്ടി വന്നു? നിങ്ങൾ എന്തിനാ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ വിനയത്തോടു കൂടി എന്താ പറയുക, അത് എനിക്കായിട്ട് അദ്ദേഹം മാറ്റിവെച്ച സേവയാണ് എന്ന്, വളരെ വിനമ്രതയാണ് ഏറ്റവും വലുത് അല്ലെ. എനിക്കായിട്ട് അദ്ദേഹം മാറ്റിവെച്ചു എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഒരുപാട് കഥകൾ, പല കഥകളും പലതും. ഗജേന്ദ്രമോക്ഷത്തിന് എന്താ, എല്ലാവരും എനിക്കുണ്ടെന്ന് വെച്ചിട്ടാണ് ഗജേന്ദ്രൻ കിടന്നിങ്ങനെ വിലസായിരുന്നു മറ്റേ പുഴയില് അല്ലെ. പിടിയാനകളുണ്ട് ഒരുപാട് സ്വന്തം ഭാര്യ, മക്കളെ, കുട്ടികളെ, സുഹൃത്തുക്കൾ എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാവരുടെയും കൂടെ മതിച്ച് കളിക്കുമായിരുന്നു അവിടെ. അവസാനം ഈ മുതല വന്ന് പിടിച്ചപ്പോ എന്ത് പറ്റി?
ആരും ഇല്ലാണ്ടായി. കുറെ കഴിഞ്ഞപ്പോ ആരും ഇല്ലാണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? ആ കുളത്തിൽ കിടക്കുന്ന ഒരു താമര എടുത്തിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞ കൃഷ്ണനെ സമർപ്പിച്ചും കൊണ്ട് വിളിച്ചപ്പോ എന്ത് പറ്റി? ഭഗവാൻ വന്നു ഗരുഡാരൂഢനായിട്ട്, അല്ലേ? അപ്പൊ ആ നാമം, നമ്മൾ നാമത്തിന്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി ഭഗവാൻ അത് ഏറ്റവും നമ്മളുടെ കാര്യം. നമ്മൾ മനസ്സുകൊണ്ട് വേണം, ഹൃദയത്തിന്റെ അടിത്തട്ടിന്ന് വേണം നമ്മൾ ഭഗവാനെ നമ്മൾ വിളിക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളുടെ അടുത്തുണ്ട്. നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. പലപ്പോഴും നമുക്ക് അനുഭവമായിരിക്കും അത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ലേ, അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, ഭഗവാൻ നമ്മൾ എന്ത് വിചാരിക്കണോ അത് നമുക്ക് ഇതെങ്ങനെ സാധിച്ചു നമുക്ക് ചിലപ്പോ തോന്നാറുണ്ട്, അല്ലെ? എനിക്ക് ഭഗവാനെ എനിക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതങ്ങടെ ഭഗവാൻ സാധിച്ചു തരും. എന്റെ തന്നെ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, പണ്ട് ഈ കോവിഡിന് മുമ്പ് ഞങ്ങൾ മായാപ്പൂര് പോയപ്പോ ഇതിന് എന്താണ് പഞ്ചതത്വ അഭിഷേകത്തിന്, അതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിങ്ങൾ എല്ലാവരും കൂടെ പോയി. അവിടെ ചെന്നപ്പോ ഭയങ്കര ക്യൂ, ലോകത്തുനിന്ന് എല്ലായിടത്തും ആൾക്കാരുണ്ടല്ലോ ചുറ്റും, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറുക. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള വേറെ ഞങ്ങളുടെ 2-3 മാതാജിമാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ വേറൊരു ഇടവഴി കൂടി ഇതിനകത്ത് പോയി. അപ്പൊ അവിടെ വേലി ഇങ്ങനെ കെട്ടി വെച്ചേക്കാം. അവരൊക്കെ ചെറുപ്പക്കാരാണ്. പിന്നെ അവരതിന്റെ മുകളിൽ കൂടി കയറി എടുത്ത് ചാടി. എനിക്കാണെങ്കിൽ അത് എന്റെ ഒറ്റ ലക്ഷ്യമുള്ളൂ, എനിക്ക് അത് കാണണം, ഭഗവാനെ കാണണം. ഭഗവാനെ കൃഷ്ണ, ഞാൻ ഹരികൃഷ്ണ മാമന്ത്രം ജപിച്ചുകൊണ്ട് കൃഷ്ണ ഇതെനിക്ക് കാണുക തന്നെ വേണം. ഞാൻ നാമം ജപിച്ചുകൊണ്ട്, എനിക്കാണെങ്കിൽ കാലിന് അത്രയ്ക്ക് എനിക്ക് ഇത് ഇല്ലാത്തതാണ്. ഇവരുടെയൊക്കെ പോലെ ചെറുപ്പമല്ല, പിന്നെ കാലിനും എനിക്ക് ഇത്തിരി പ്രശ്നമുള്ളതാണ്. അപ്പൊ ഞാനും അതിന്റെ മുകളിൽ കൂടെ കയറി അപ്പുറത്തോടി ചാടി. ഇവര് തിരിഞ്ഞു നോക്കിയിട്ട് മാതാജി എങ്ങനെ ഇത് ചാടിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് തിരിഞ്ഞു നോക്കണേ, ശരിയാ, നാമം ചൊല്ലി കൊണ്ട് ഞാൻ ചാടിയെന്ന്. ഞാൻ എങ്ങനെ ഇത് ചാടി? ശരിയാണല്ലോ, എനിക്ക് തന്നെ പിടിയിട്ടില്ല ഞാൻ എങ്ങനെ അത് ചാടിയെന്ന്. ഞാനിത് എല്ലാവരും പറയണ ഒരു അനുഭവം. അത് എങ്ങനെ ചാടി, ഞാൻ ആ വേലി എങ്ങനെ ചാടി? എല്ലാവരും അങ്ങോട്ട് പോകുമ്പോ കണ്ടിട്ടുണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ ഇതിനെ ഫേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ആ ഒരു വലിയ ഇത് വേലി, കൂടി ഞാൻ ചാടി അപ്പുറത്തെത്തി. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കത് കണ്ടിട്ട് ഒരു കാല് പോലും എടുത്ത് വെക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ല, ഞാൻ തന്നെ അത്ഭുതം ഇതെങ്ങനെ വന്നു. പിന്നെ ചുറ്റി ക്യൂവിലൊക്കെ നിന്ന് ഗേറ്റിൽ കൂടെ ഭയങ്കര തിരക്കായിരുന്നു, അതിലെ കൂടെ തന്നെ പോയി. പക്ഷെ ഇതിൽ കൂടി ഈ നാമം ജപിച്ചപ്പോ എനിക്കത് മനസ്സുകൊണ്ട് എനിക്ക് ഭഗവാനെ നിന്നെ കാണുകയും വേണം, നാമം നമ്മുടെ നാക്കത്തുണ്ട്, അത് ഞാൻ എങ്ങനെ കയറിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. കയറി അപ്പുറത്തോടി ചാടി എത്തുകയും ചെയ്തു. പിന്നെ അത് കണ്ടിട്ട് എനിക്ക് ഓർമ്മയില്ല അത് എങ്ങനെ ഞാൻ ചാടിയത്. അതാണ് നാമത്തിന്റെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഉണ്ടാവും അതിന്റെ അനുഭവങ്ങൾ ഉണ്ടാവും, അല്ലെ? പക്ഷെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പിന്നെ മറ്റുള്ളവര് കേട്ടാൽ തന്നെയും അത് അനുഭവിച്ചിട്ടുള്ളവര്, അല്ലെങ്കിൽ ആ ഒരു ഭക്തി ഇതിനകത്ത് ഉള്ളവർക്ക് മാത്രമേ അത് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല. നമ്മ ജപം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ വർക്ക് മിറക്കിൾസ്, അല്ലെ? അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇതിനകത്ത് ഇരുന്നുകൊണ്ട്. ഇപ്പൊ ഭാഗവതം മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ മറ്റേ ഏറ്റവും അവസാനത്തെ ശ്ലോകങ്ങൾ എന്താണ്? 2 ശ്ലോകങ്ങള് ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാത്തിലും ഇപ്പൊ നമുക്ക് മുക്തി, ഇതെല്ലാം ഈ നാമജപം കൊണ്ട് എന്താ നമുക്ക് പറയണത്? മുക്തിയാ പറഞ്ഞത്. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ശരീരം വിട്ട് പിന്നെ നമ്മൾ ജനിക്കില്ല എന്ന് അർത്ഥം വരുന്നില്ല. ശ്രീല പ്രഭുപാദരായിരുന്നു? മുക്താത്മാവാണ് ശ്രീല പ്രഭുപാദര്, അല്ലെ? നാരദമുനി മുക്താത്മാവാണ്. 4 കുമാരന്മാർ, അവരെല്ലാരും മുക്തി. ശ്രീല പ്രഭുപാദനാണ്. അദ്ദേഹം ഭഗവാന്റെ ഏജന്റ് ആയിട്ട് വന്നു ഈ നാമം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുക്തിയാണ്. അപ്പൊ മുക്താത്മാവ് എന്ന് പറഞ്ഞാല് നമ്മൾ ജനിക്കില്ല എന്നല്ല അർത്ഥം. ചൈതന്യ മഹാപ്രഭു തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്ടാഷ്ടകത്തിൽ എന്താ പറഞ്ഞ? നധനം നജനം ന സുന്ദരിം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനീ ജന്മനീശ്വരേ ഭവതാം ഭക്തിരഹൈതുകീ ത്വയി. എനിക്ക് ധനം വേണ്ട, ജനം വേണ്ട, ഫോളോവേഴ്സ് വേണ്ട, എനിക്ക് സുന്ദരിയായിട്ടുള്ള ഭാര്യ വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. പിന്നെ എനിക്ക് എന്താ വേണ്ടേ? മമ ജന്മനീ ജന്മനീശ്വരേ ഭവതാം ഭക്തിരഹൈതുകീ ത്വയി. എനിക്ക് ജന്മാന്തരങ്ങളായിട്ട് ഭഗവാന്റെ ഭക്തിയോടുകൂടി എനിക്ക് ജീവിക്കാൻ സാധിക്കണം. വൃന്ദാവനത്തിൽ ഒരു പുഴുവായിട്ട്, അല്ലെ? പുഴുവായിട്ട് ജനിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്താ? അതിലേക്കൂടെ ഭക്തന്മാര് വരുമ്പോ ഇത് അവരുടെ പാദധൂളികളല്ലേ എന്റെ മേത്ത് വീഴുക. അപ്പൊ എനിക്ക് അതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം, അല്ലെ? ഭഗവാന്റെ ഭക്തന്മാരെക്കാളും ഉയർന്ന സ്ഥാനമാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്ന ഭക്തന്മാർക്ക്, അല്ലെ? അതുകൊണ്ടാണ് വൈഷ്ണവ അപരാധം ഏറ്റവും വലിയ അപരാധമായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഭഗവാൻ ചിലപ്പോ ഭഗവാനെ ഒരു ചവിട്ട് പൊട്ടിയ ചിലപ്പോ ഭഗവാൻ, ഇപ്പൊ ഭൃഗു മഹർഷിയുടെ കഥ അറിയാം. ചവിട്ടിപ്പ് എന്ത് പറ്റി? ശ്രീവത്സമായിട്ട് സ്വീകരിച്ചു. പക്ഷെ അംബരീഷ മഹാരാജാവിനെ ദ്രോഹിക്കാൻ നോക്കിയപ്പോ പറ്റിയോ? ഇല്ല. ഭഗവാൻ അയച്ചു ഭഗവാന്റെ സുദർശന ചക്രം. ഭഗവാന്റെ ഭക്തൻ എവിടെയാണെങ്കിലും ഭഗവാന്റെ ഭക്തൻ സേഫ് ആണ്. കാരണം ഭഗവാൻ ഭീഷ്മരുടെ മാതിരി കാര്യം, ഭീഷ്മരുടെ കഥ നമുക്കറിയാം, അല്ലെ?
ഭീഷ്മര് അവിടെ യുദ്ധ കളത്തിൽ നിന്നുകൊണ്ട് നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അർജുനെ വധിക്കും, അല്ലെങ്കിൽ ഞാൻ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. കൃഷ്ണൻ ആയുധം എടുക്കില്ല എന്നല്ലേ സത്യം ചെയ്തത്. കൃഷ്ണൻ എന്ത് ചെയ്തു? അതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. കൃഷ്ണൻ അയക്കാൻ തുടങ്ങി ശരങ്ങള്. കൃഷ്ണന് വേണമെങ്കിൽ ആ തേര് പല പ്രാവശ്യം കൃഷ്ണൻ അർജുന്റെ തേര് മാറ്റി ഓടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇത് മാറ്റിക്കൊണ്ടുപോയില്ല, അവിടെ തന്നെ നിന്നു. ഭീഷ്മരിങ്ങനെ അമ്പ് ചെയ്തുകൊണ്ടിരുന്നു. കൃഷ്ണൻ എന്ത് ചെയ്തു? തേരിൽ നിന്നും ചാടി എന്ത് ചെയ്തു? അതിലൊരു പൊട്ടിക്കിടക്കുന്ന ഒരു ചക്രം, ഒരു തേരിന്റെ ചക്രം എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി ഭീഷ്മരുടെ അടുത്തേക്ക്. ആയുധം തൊടില്ല കൈകൊണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് ഭീഷ്മര് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുന്നത്. ഭഗവാനെ, ഇനി എനിക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? എന്റെ വാക്ക് സഫലമാക്കാൻ ഭഗവാന്റെ വാക്ക് ഇല്ലാതാക്കി, അല്ലെ? ഭഗവാന്റെ സത്യപ്രതിജ്ഞ ഭഗവാൻ പൊട്ടിച്ചിട്ട് ഭക്തന്റെ, അതാണ് ഭഗവാനും ഭക്തനും. നാമജപമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിനു വേണ്ടിയിട്ട് ഭാഗവതത്തിൽ ഇത് എല്ലാ കഥകളും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയുന്ന 2 വരികൾ എന്തായാലും എന്തോരം കഥകൾ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിൽ, അല്ലെ? എത്രയോ കഥകൾ. ഏറ്റവും അവസാനം എന്താണ് പറയുന്നത്? ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തഥാ കുരുഷ്വ ദേവേശ ആതസ്വം നോ യഥ പ്രഭു. എന്താണ്? ഭവേ ഭവേ, ഞാൻ വീണ്ടും വീണ്ടും ജനിക്കട്ടെ. ഇതിനകത്ത് ചോദിക്കുന്നില്ല, മുക്തിയും ചോദിക്കുന്നില്ല, മോചനം ഒന്നും ചോദിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഞാൻ ജനിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഓരോ ജന്മത്തിലും എന്ത് വേണം? ഭഗവാന്റെ ഭക്തി ഭഗവത് ഭക്തി എനിക്ക് ഉണ്ടായിരിക്കണേ, ഭഗവാന്റെ നാമം എനിക്ക് ജപിക്കാൻ സാധിക്കണേ, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് അവസാനം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം എന്താ? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. എന്താണ്? ഭഗവാന്റെ നാമജപം കൊണ്ട് എന്താണ്? സർവപാപ പ്രണാശനം, എല്ലാ പാപങ്ങളെയും അത് ഇല്ലായ്മ ചെയ്യാണ് എന്ത്? ഈ നാമജപം. സർവപാപ പ്രണാമോ, ആ ദുഃഖം ശമിപ്പിക്കുന്ന ആ ഭഗവാനെ, തം നമാമി ഹരിം പരം. ആ ഹരിയെ, ആരുടെ നാമം ചൊല്ലിയാണോ എല്ലാ ദുഃഖങ്ങളും, എല്ലാ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറുന്നത്, എല്ലാ പാപ പ്രതികരണങ്ങളും ഇല്ലാണ്ടാവുന്നത്, ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം അവസാനിക്കുന്നത് തന്നെ, അല്ലെ? അപ്പോ ഈ കഥകളിൽ നിന്നും എന്താണ്? പലതും മറ്റേ പിന്നെ ഈ നമ്മുടെ ഇതില് എന്താണ്? നമ്മുടെ ഈ നാക്കാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, എല്ലാ ഇന്ദ്രിയങ്ങളിലും വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ് എന്താ? ഈ നാക്കാണ്, അല്ലെ? നാക്കുകൊണ്ട് കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, ഇതെല്ലാം ഓരോ കർത്തവ്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ നാക്ക് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്താണ്? ഒന്ന് രുചിക്കുന്നു, ഒന്ന് സംസാരിക്കുന്നു, അല്ലെ? നമ്മളൊരു മൃഗത്തിന് വരെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതൊന്ന് മണത്തിട്ടേ തിന്നുള്ളൂ. നമ്മൾ എന്ത് കിട്ടിയാലും ഇഷ്ടമുള്ള സാധനം അതവിടെ അകത്തേക്ക് ആക്കി കഴിഞ്ഞിട്ടോ കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഇതെനിക്ക് എന്റെ വയറിന് പറ്റിയില്ല കേട്ടോ, ഒട്ടും പറ്റണില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ കഴിയുമ്പോഴാ കഴിച്ചത് അബദ്ധമായിരുന്നു, ഇല്ലേ? ഏതും കിട്ടിയത് കഴിക്കും, ഏതും പറയാനും മടിയില്ല. പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഞാൻ ഈ പറയുന്നതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പതാ കേട്ടോ പറഞ്ഞു ഇല്ലെങ്കിൽ അതൊന്നും, അല്ലെങ്കിലും വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുമ്പോൾ നമ്മുടെ എനർജി ഇങ്ങനെ ഇതായിട്ട് പോവാണ്. അപ്പൊ എനർജി കൺട്രോളിനും പറ്റിയ കാര്യമാണ് എന്ത്? നമ്മൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കുക. നാമം ചെല്ലാം, ഉറക്കനെ നാമം ചെല്ലാം. പക്ഷെ ബാക്കിയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അതിന്റെ ഗുണം ഈ നാക്കുകൊണ്ട് വേണ്ടാതീനം പറഞ്ഞിട്ട് ഇല്ലാതെ ആക്കരുത്. ഗുരുവായൂർ അമ്പലത്തില് എഴുത്തച്ഛൻ്റെ ഇത് അല്ലെ, നാരായണായ നമ, അത് എന്നും രാവിലെ വെളുപ്പിന് അത് കേൾക്കാം, അല്ലെ? എഴുത്തച്ഛൻ്റെ അത് അവിടെ മൈക്കി കൂടി എന്താണ് അതിലൊരു 4 വരി എന്താണ് പറയണത്? പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിൽ അതുകൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ. പലതും പറഞ്ഞ് നമ്മൾ ഈ നാവ് രാവിലെ എണീക്കുമ്പോ തൊട്ട് കിടക്കുന്നവരെ എന്തൊക്കെയാ നമ്മൾ ഈ നാക്ക് വളച്ച് പറയുന്നത്, അല്ലെ? ആ നാക്ക് പലതും പറഞ്ഞ് പകൽ നേരത്തെ ഇത് കളയുന്ന ഈ നാക്ക് തവ തിരുനാമ കീർത്തനമിതതിനായി ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് വരണേ എന്ന് ഗുരുവായൂരപ്പ എന്ന് പറയാൻ. കൃഷ്ണ, അല്ലെ? കലിയായ കാലമിതിൽ അതുകൊണ്ട് മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ. ഈ കലികാലത്ത് ഇതൊന്നുകൊണ്ട് മാത്രം മതി സകല പാപ പ്രതികരണങ്ങളും ഇല്ലാതാവാൻ എന്ന് ഞാൻ കേൾക്കുന്നു. അതുകൊണ്ടിട്ട് എൻ്റെ ഈ നാവ് പലതും പറഞ്ഞുകൊണ്ട് കളക്കണ നാവ് ഭഗവാന്റെ നാമം ചൊല്ലാനാക്കി തീർക്കണേ ഭഗവാനെ എന്ന് അദ്ദേഹം പാടുകയാണ്. അപ്പൊ അതായിരിക്കണം നമ്മുടെയും ആ ഒരു ലക്ഷ്യം.
അതെ. ഓക്കെ. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത്, വന്ന് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഇത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വരും. അപ്പൊ നമുക്കും ശ്രീല പ്രഭുപാദർ പറഞ്ഞ മാതിരി, ശ്രീല പ്രഭുപാദർ ചെയ്ത മാതിരി എന്തിനാണോ ഇത് വന്നത്, നമ്മൾ ഗുരുവിന് നമ്മൾ വാക്ക് കൊടുത്ത്, നമ്മൾ ഇനിഷ്യേഷൻ എടുക്കുമ്പോൾ ഗുരുവിന് വാക്ക് കൊടുക്കുകയാണ്. എന്താണ്? ഗുരുവിനെ സഹായിക്കുകയാണ് പ്രഭുപാദരുടെ മിഷൻ പരത്താൻ. പ്രഭുപാദർ എന്തിനാ വന്നേ? ഭഗവാന്റെ ആ ഒരു ദൗത്യം കൊണ്ടാ വന്നേ. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഗുരുവിന് നമ്മൾ നാമം ചെല്ലുക, മറ്റുള്ളവർക്കും ഇത് കൊടുക്കുക. അപ്പൊ നമ്മൾ ആ ഗുരുവിന്റെ ദൗത്യം, പ്രഭുപാദരുടെ ദൗത്യം ത്തില് നമ്മളും ഒരു എന്താ പറയണേ, ഒരു ഏജന്റ് ആയിട്ട് നമ്മളും അതിൽ സഹായിക്കുകയാണ്. ആ ദൗത്യം പൂർത്തീകരിക്കാൻ നമ്മളും സഹായിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിത് ചൊല്ലുക, അത് അനുഭവിക്കുക, സ്വയം നാമം ചൊല്ലി 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 എല്ലാ അപരാധങ്ങളും മാറി നമുക്ക് ആ രുചി നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അത് ചൊല്ലി ചൊല്ലി നമ്മൾ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുക. എന്ത് സാധനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ഇരട്ടിക്കുക, വർദ്ധിക്കുക, അല്ലെ? നമ്മൾ തന്നെ സാധനം പൂത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഫലം അത്ര ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോഴാണ് എന്ത്, അത് 10 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ച് വരും. അതുകൊണ്ട് നമുക്കും ഇതുമാതിരി നാമം ചെല്ലാൻ സാധിക്കട്ടെ, രുചിയോടുകൂടി നാമം ജപിക്കാൻ സാധിക്കട്ടെ. ആ രുചി കൊണ്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ മാതിരി നമുക്ക് എല്ലാം നൃത്തമാടാൻ, നൃത്തം ചവിട്ടാൻ, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ട് നൃത്തം ചവിട്ടി, നാക്കുകൊണ്ട് പറയുന്നു, മൂക്കൊണ്ട് ശ്വസിക്കുന്നു, തുളസി ദളങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് എന്ത് പറ്റണേ, നമ്മള് ശുദ്ധീകരിക്കപ്പെടുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണം നമുക്കൊരു ആനന്ദം. എല്ലാം മടിയും നിറഞ്ഞ എല്ലാം ഇത് എന്താണ്, നാണോ, ചിലർക്ക് നാണമാണ്, അയ്യോ കൈയടിച്ച് കുത്തി ഇതാട്ടി മറ്റുള്ളവർ കാണും. അത് നടക്കുമ്പോഴാണ് നമ്മള് ഭഗവാനായിട്ട് അടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കൈയടിച്ച് നാമം ചെല്ലാൻ സാധിക്കട്ടെ, നമ്മുടെ കാല് വെച്ച് സാധിക്കട്ടെ, നമുക്ക് ഭഗവാന്റെ നാമം ഉറക്കനെ ചൊല്ലി നമുക്ക് ഇതാവട്ടെ, മറ്റുള്ളവർക്കും കൂടി നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നമുക്ക് പ്രഭുപാദരുടെ ഈ ദൗത്യത്തിൽ, നമ്മുടെ ഗുരുമഹാരാജന്റെ ഈ ദൗത്യത്തിൽ നമുക്ക് അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നാമം ചെല്ലട്ടെ, ഭഗവാനായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ഇതുമാതിരി ഭൗതിക മുക്തി പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഭൗതികമായിട്ട് പിന്നെയും ജനിക്കാതിരിക്കുക എന്നുള്ളതല്ല, ഭൗതികമായിട്ടുള്ള ആ അറ്റാച്ച്മെന്റിലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വീട്ടാം. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്നും സന്തോഷമായിട്ടായിരിക്കും നമുക്ക് ഇരിക്കുന്നത്. ഈ ശരീരം ശരിയാണ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ ഈ മെറ്റീരിയൽ ബോണ്ടേജിൽ നിന്നും നമ്മൾ മുക്തരായിട്ട് നമ്മൾ ഭഗവാനായിട്ട് നമുക്ക് കണക്ഷൻ നമ്മൾ കൂടുകയാണ്. നമ്മൾ ജനിക്കായിരിക്കും, നമ്മൾ വീണ്ടും ഇതായിരിക്കും, പക്ഷെ നമുക്ക് ഭഗവാനായിട്ട് നമ്മുടെ എന്താ പറയണേ, നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള പല പല കാര്യങ്ങളാണ്, അതിനോടുള്ള ആസക്തിയൊക്കെ നമുക്ക് കുറഞ്ഞ് നമ്മുടെ ഭഗവാനായിട്ടുള്ള ഭക്തിയുടെ സേവനത്തിനോട് ആസക്തിയാണ് നമുക്ക് വർദ്ധിച്ചു വരിക. അപ്പൊ അങ്ങനെ ആവട്ടെ നമ്മുടെ ജീവിതം. നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് നാമം ചെല്ലാൻ സാധിക്കട്ടെ, വീണ്ടും വീണ്ടും മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ഇതാക്കാണ്. 5 മിനിറ്റിന്റെ 2-3 മിനിറ്റും കൂടി എനിക്ക് തോന്നണം. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആവാം. ഇന്നലെ രാത്രിയാണ് പ്രഭു എന്റെ ഗോഡ് ബ്രദർ ആദികർത്ത ഗോപാൽദാസ് എന്നെ വിളിച്ച് ചോദിച്ചത്. എന്നാൽ ഇവിടെ രാത്രിയായി അപ്പോഴേക്കും. പക്ഷെ എന്നിരുന്നാലും എന്നെ കൊണ്ടാവുന്ന ഞാൻ ഓർത്ത, കാരണം ഭഗവാൻ സേവനയാണല്ലോ, പിന്നെ ജപം ഇതിനകത്ത്. അതുകൊണ്ടിട്ട് ഞാൻ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു. അത് ഏത് വിധത്തിൽ എന്ന് എനിക്ക് അറിയില്ല നിങ്ങളെ ഇതാക്കിയത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആവാം. എന്തെങ്കിലും അറ്റകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയാം. വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ആവാം. ഓക്കെ.